ധവളപത്രത്തെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. അതാണോ? അയ്യോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഞാൻ അറിഞ്ഞില്ല. ചേച്ചി, മാമേച്ചി. ധനകാര്യ വകുപ്പാണ് ധവളപത്രം തയ്യാറാക്കേണ്ടതെന്നും എന്നാൽ സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനം നടന്നെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഒരു രഹസ്യരേഖയും പുറത്തുപോയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മറുപടി. ഒന്ന് പറഞ്ഞു കൊടുക്കണോ വാ തുറന്നു. മുഖ്യമന്ത്രി ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വെച്ചതിന് തൊട്ടുപിന്നാലെ പ്രതിപക്ഷം ക്രമപ്രശ്നം ഉന്നയിച്ചു. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ധനകാര്യ വകുപ്പാണ് ധവളപത്രം തയ്യാറാക്കേണ്ടതെന്നും സ്വകാര്യ ഏജൻസിക്ക് നൽകിയതിലൂടെ സത്യപ്രതിജ്ഞാ ലംഘനം നടന്നെന്നും കെ.എൻ. ബാലഗോപാൽ. ഈ ഡോക്യുമെന്റ് എല്ലായിടത്തും പുറത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക രഹസ്യ രേഖകൾ ആർക്കും കൊടുക്കില്ല എന്നുള്ള സത്യപ്രതിജ്ഞയുടെ ലംഘനം കൂടിയാണ് സാർ. അങ്ങനെ പുറത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ കെ.എൻ. ബാലഗോപാൽ പറഞ്ഞത് അടിസ്ഥാനരഹിതമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒരു രഹസ്യരേഖ പോലും പുറത്തേക്ക് പോയിട്ടില്ല. മുമ്പ് വെച്ചിട്ടുള്ള ധവളപത്രങ്ങൾ പോലെ ഇത് രാഷ്ട്രീയ രേഖയല്ലെന്നും മുഖ്യമന്ത്രി. നിന്റെ എല്ലാത്തിലും കയറി തലയിടുന്ന വൃത്തിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തിക്കോണം. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങൾ പിന്തുടരുന്ന നയം തുടരാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളെ ജനങ്ങൾ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് അതിനല്ല. ആ നയങ്ങൾക്ക് മാറ്റമുണ്ടാകണം, ആ സമീപനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അതിനാണ് നിങ്ങളെ പരാജയപ്പെടുത്തി ഞങ്ങളെ വിജയിപ്പിച്ച് ഞങ്ങളെ ഈ കസേരകളിൽ ഇരുത്തിയിരിക്കുന്നത്. ആ മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുളുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തരുതെന്നും ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയ രേഖയെന്നും പ്രതിപക്ഷ നേതാവ്. സർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഒരു വീണെടുത്തുനിന്ന് ഉരുളലാണ്. നമ്മുടെ സംസ്ഥാനം ഇതേവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെൻ്റ് ആയിരുന്നു. ഇതാണ് ശരിയായ ധവളപത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർ, അത് വിചിത്രമായൊരു വാദമാണ്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ, ഞാൻ പോകുന്നു. ബൈ.